ലൂക്കോസിന്റെ സുവിശേഷം ആരംഭിക്കുന്നത് യോഹന്നാൻ സ്നാപകന്റെയും നസ്രാനായ യേശുവിന്റെയും ജനനത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. ഈ സുവിശേഷത്തിന്റെ അടുത്ത ഭാഗത്ത് ലൂക്കോസ് സമയത്തിലൂടെ അതിവേഗം മുന്നോട്ട് സഞ്ചരിക്കുന്നു. ഇപ്പോൾ യോഹന്നാൻ ഒരു പ്രവാചകനാണ്. താൻ യോർദാൻ നദിയിൽ ഒരു നവീകരണ മുന്നേറ്റത്തിന് നേതൃത്വം വഹിക്കുകയാണ്. ദരിദ്രരും ധനവാന്മാരും നികുതി പിരിവുകാരും സൈനികർ ഉൾപ്പെടെ സകല ഇസ്രായേലിയരും സ്നാനമേൽക്കുവാൻ വന്നുകൊണ്ടിരുന്നു. അല്ല, ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഈ മനുഷ്യരെല്ലാം ഒരു പുതിയ ജീവിതത്തിന് തങ്ങളെ തന്നെ സമർപ്പിക്കുകയാണ്. ഒരു നദിയിൽ മുങ്ങിക്കൊണ്ടു. കാലങ്ങൾക്ക് മുൻപ് ഇസ്രായേലിയർ യോർദാൻ നദി കടന്ന് ഈ നാട് അവകാശമാക്കുവാൻ വന്നപ്പോൾ ദൈവം അവരെ ഒരു ചുമതല ഏൽപ്പിച്ചിരുന്നു. അവരെ വിളിച്ചത് ദൈവത്തെ മാത്രം സേവിക്കുവാനും തന്റെ അയൽക്കാരനെ സ്നേഹിക്കുവാനും ഒരുമയോടെ നീതിയെ പിന്തുടരുന്നതിനുമാണ്. എന്നാൽ അവർ വീണ്ടും വീണ്ടും അതിൽ പരാജയപ്പെട്ടതായി പഴയ നിയമ ചരിത്രത്തിൽ നിന്നും നമുക്ക് അറിയാം. ശരിയാണ്. അതുകൊണ്ട് യോഹന്നാൻ ഇവിടെ ഇസ്രായേലിയരെ ഒരു പുതിയ തുടക്കത്തിനായി വിളിക്കുകയാണ്. നദിയിലേക്ക് മടങ്ങിപ്പോയി തങ്ങളുടെ ദൈവത്തിന് ഒരു പുനഃസമർപ്പണത്തോടെ ദൈവം ആരംഭിക്കുവാൻ പോകുന്ന പുതിയ ഒരു കാര്യത്തിന് ഒരുക്കമുള്ളവരായി പുറത്തു വരിക. ആ നവീകരണ മുന്നേറ്റത്തിൽ വച്ചാണ് യേശു ആദ്യമായി പ്രത്യക്ഷപ്പെടുന്നത്. യേശു യോഹന്നാനാൽ സ്നാനം സ്വീകരിക്കുന്നു. അപ്പോൾ ആകാശം തുറന്ന് സ്വർഗത്തിൽ നിന്നും ഒരു ശബ്ദം കേട്ടത്, നീ എന്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഇപ്പോൾ ദൈവശബ്ദം ഇവിടെ എബ്രായ തിരുവെഴുത്തുകളുടെ മാറ്റൊലികളാൽ നിറഞ്ഞിരിക്കുന്നു. ആദ്യത്തെ വരി 2-ാം സങ്കീർത്തനത്തിൽ നിന്നുള്ളതാണ്. അവിടെ ദൈവം ഒരു രാജാവിനെ വാഗ്ദാനം ചെയ്യുന്നു. അവൻ വന്ന് യെരൂശലേമിൽ ഭരണം നടത്തുകയും രാഷ്ട്രങ്ങൾക്കിടയിലുള്ള തിന്മയോട് പൊരുതുകയും ചെയ്യും. അടുത്ത വരി യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ളതാണ്. ഇത് മശിഹയെ സൂചിപ്പിക്കുന്നു. അവൻ ഒരു ദാസനായി തീർന്ന് ഇസ്രായേലിനു വേണ്ടി കഷ്ടം സഹിച്ച് മരിക്കും. അതിനുശേഷം യേശു 40 ദിവസം ഭക്ഷണമില്ലാതെ മരുഭൂമിയിൽ കഴിയുന്നു. ഇത് വളരെ കഠിനമാണ്. ഈ കഥയിൽ യേശു ഇസ്രായേലിയുടെ 40 വർഷത്തെ മരുഭൂയാത്രയിൽ അവർ ദൈവത്തെ ആശ്രയിക്കുന്നതിൽ പരാജയപ്പെട്ട് അവിടെ അവർ ദൈവത്തോട് മത്സരിച്ചതിനെ പുനരാവിഷ്കരിക്കുന്നു. എന്നാൽ യേശു പരീക്ഷയോട് എതിർത്ത് നിൽക്കുകയും ദൈവത്തിൽ ആശ്രയിക്കുകയും ചെയ്തതിനാൽ വിജയം വരിച്ചു. അതിനാൽ ഈ കഥ യേശുവിനെ ഇസ്രായേലിന്റെ ചരിത്രത്തെ മുന്നോട്ട് നയിക്കുന്നവനാക്കി മാറ്റുന്നു. മരുഭൂമിയിൽ നിന്നും യേശു ഗലീല ദേശത്തുള്ള തന്റെ സ്വദേശമായ നസറേത്തിലേക്ക് മടങ്ങിപ്പോയി. അവൻ സിനഗോഗിൽ ചെന്നപ്പോൾ അവിടെ തിരുവെഴുത്തുകളെ വായിക്കുവാൻ അവൻ ക്ഷണിക്കപ്പെട്ടു. അവൻ യെശയ്യാവിന്റെ ചുരുളുകൾ തുറന്ന് വായിച്ചത്, ദരിദ്രരോട് സുവിശേഷം അറിയിക്കുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കയാൽ അവന്റെ ആത്മാവ് എന്റെ മേൽ ഉണ്ട്. എന്തുകൊണ്ടാണ് ദരിദ്രരോട്? അതായത് എബ്രായരുടെ സംസ്കാരത്തിൽ ദരിദ്രർ എന്നത് പണമില്ലാത്തവർ മാത്രമായിരുന്നില്ല. ഇത് കൂടുതലും താഴ്ന്ന സാമൂഹിക നിലവാരത്തെയാണ് കാണിക്കുന്നത്. സ്ത്രീകളും കുഞ്ഞുങ്ങളും രോഗികളും അവഗണിക്കപ്പെട്ടവരും ഉൾപ്പെടുന്നു. എന്നാൽ ഇതിൽ നികുതി പിരിവുകാരെ പോലെയുള്ള ധനവാന്മാരും ഉൾപ്പെടുന്നു എന്നതാണ് വിചിത്രം. അവരെ അന്യരായാണ് കണ്ടിരുന്നത്. അതിനാലാണ് യേശു ഇവിടെ അവർക്ക് വേണ്ടി നിൽക്കുന്നത്. യേശു വായന പിന്നെയും തുടരുന്നു. ബദ്ധന്മാർക്ക് വിടുതലും പീഡിതരെ വിടുവിച്ചയക്കുവാനും കർത്താവിന്റെ പ്രസാദവർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു. സ്വാതന്ത്ര്യം എന്നത് യേശുവിനെ സംബന്ധിച്ച് പ്രാധാന്യമുള്ള ഒന്നാണെന്ന് തോന്നുന്നല്ലോ. അതെ, യേശു ജനത്തെ അവരുടെ രോഗങ്ങളിൽ നിന്നും അവരുടെ മുൻകാല ചെയ്തികളിൽ നിന്നും അവരുടെ നിന്ദയിൽ നിന്നും വിടുവിച്ച് താൻ സ്ഥാപിക്കുമെന്ന് പറഞ്ഞതായ പുതിയ ദൈവരാജ്യത്തിന്റെ ഭാഗമാക്കി തീർക്കുന്നു. അതിനുശേഷം യേശു തന്റെ ശിഷ്യന്മാരിൽ നിന്നും 12 പേരെ തിരഞ്ഞെടുത്ത് തന്റെ ദൗത്യത്തിൽ സഹായിക്കുവാൻ അവരെ മാർഗദർശകരായി നിയമിക്കുന്നു. ആ 12 എന്ന സംഖ്യ മനഃപൂർവ്വമായി ഇസ്രായേലിന്റെ 12 ഗോത്രങ്ങളെ സൂചിപ്പിക്കുവാൻ ഉദ്ദേശിച്ചുള്ളതായിരുന്നു. എന്നാൽ ഇതൊരു പല തരക്കാരുടെ കൂട്ടമാണ്. അതിൽ മീൻപിടുത്തക്കാരും റോമാക്കാർക്ക് വേണ്ടി പ്രവർത്തിച്ചിരുന്ന മുൻകാല നികുതി പിരിവുകാരനും റോമാക്കാർക്കെതിരായി പ്രവർത്തിച്ചിരുന്ന മുൻകാല വിപ്ലവകാരിയും അക്കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. ഇവർ തമ്മിൽ ചേർന്നു പോകുവാൻ ബുദ്ധിമുട്ടാണല്ലോ. ശരിയാണ്. യേശു തള്ളപ്പെട്ടവരെയും ബദ്ധശത്രുക്കളെയും മനഃപൂർവ്വമായി ഒരുമിച്ച് കൊണ്ടുവന്നു. എന്നാൽ ദൈവരാജ്യത്തിനുള്ളിൽ അനുരഞ്ജനപ്പെടുവാനും ഐക്യതയിൽ ജീവിക്കുവാനും ആഹ്വാനം നൽകി. യേശുവിനെ അനുഗമിക്കുക എന്നാൽ ഒരു പുതിയ ലോകക്രമത്തിലേക്ക് പ്രവേശിക്കുക എന്നർത്ഥം. അങ്ങനെ യേശു പഠിപ്പിച്ചു തുടങ്ങി, ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, ദൈവരാജ്യം നിങ്ങൾക്കുള്ളതാകുന്നു. കരയുന്നവരായ നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങൾ ചിരിക്കും. എന്റെ നിമിത്തം മനുഷ്യർ നിങ്ങളെ വെറുക്കുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. യേശു അവരോട് ഇതുകൂടെ പറഞ്ഞു, ശത്രുക്കളെ സ്നേഹിക്കുക, തങ്ങളെ സ്നേഹിക്കാത്തവരോട് പോലും അസാധാരണമായ ഔദാര്യം കാണിക്കുകയും ക്ഷമിക്കുകയും കരുണ കാണിക്കുകയും ചെയ്യുക. ഇതൊരു വ്യത്യസ്തമായ ജീവിത ശൈലിയാണ്. യേശു ഈ കാര്യങ്ങൾ പഠിപ്പിക്കുക മാത്രമല്ല ചെയ്തത്,
താൻ ഒരു വഴികാട്ടിയായിരിക്കുമെന്നും അവരോട് വ്യത്യസ്തമായി മഹാമനസ്കത കാണിക്കുമെന്നും തന്റെ ജീവനെ നൽകിക്കൊണ്ടുള്ള പരമമായ യാഗത്തിലൂടെ ശത്രുക്കളെ സ്നേഹിക്കുകയും അവരോട് ക്ഷമിക്കുകയും ചെയ്യുമെന്നും യേശു വാഗ്ദാനം ചെയ്തു. ലൂക്കോസിലെ ഈ ഭാഗത്തെ അവസാനത്തെ കഥ വളരെ ആകർഷണീയമാണ്. യേശു തന്റെ ശിഷ്യന്മാരിൽ ചിലരെ കൂട്ടി ഒരു മലമുകളിലേക്ക് പോകുന്നു. അവിടെ വെച്ച് ദൈവ തേജസ് മേഘരൂപത്തിൽ പ്രത്യക്ഷമാകുകയും യേശുവിന് പെട്ടെന്ന് രൂപാന്തരം സംഭവിക്കുകയും ചെയ്തു. അവിടെ മറ്റു 2 പ്രവാചകന്മാർ പ്രത്യക്ഷപ്പെട്ടു, മോശയും ഏലിയാവും. അതെ, മലമുകളിൽ വെച്ച് ദൈവ തേജസ് കണ്ടവരായ പഴയകാല പ്രവാചകന്മാരായിരുന്നു അവർ. ദൈവം മേഘത്തിൽ നിന്ന് അവരോട് സംസാരിച്ചു. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവന് ചെവികൊടുപ്പീൻ. ലൂക്കോസ് യേശുവിനെ പരമോന്നത പ്രവാചകനായി നമുക്ക് കാണിച്ചു തരുന്നു. അവൻ ഇസ്രായേലിനുള്ള ദൈവ വചനമാണ്. അവർ 3 പേരും യേശു യെരുശലേമിൽ എത്തുമ്പോൾ ചെയ്യുവാൻ പോകുന്നതിനെപ്പറ്റി സംസാരിക്കുകയായിരുന്നു. അവൻ എന്താണ് അവിടെ ചെയ്യുവാൻ പോകുന്നത്? അവൻ ഇസ്രായേലിന്റെ സത്യരാജാവാകുന്നതിനു വേണ്ടി തലസ്ഥാന നഗരിയിലേക്ക് പോകുവാൻ പോകുന്നു. എന്നാൽ ആരും പ്രതീക്ഷിക്കുന്ന വിധത്തിലല്ലതാനും. അങ്ങനെ ഗലീലയിലുള്ള തന്റെ ശുശ്രൂഷ യേശു അവസാനിപ്പിക്കുന്നു. ലൂക്കോസിന്റെ സുവിശേഷത്തിന്റെ അടുത്ത ഭാഗം യെരുശലേമിലേക്കുള്ള അവന്റെ ദീർഘയാത്രയോടുകൂടെ ആരംഭിക്കുന്നു.